+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുന്നത് കൊണ്ട് രണ്ട് തരം റീസണിങ് പവറുകളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഒന്ന് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്, മറ്റേത് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞ ആശയം. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ജനറൽ കേസിൽ നിന്നും ഇറങ്ങി നമ്മൾ പർട്ടിക്കുലർ കേസുകളിലൂടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ കേസുകളിൽ നിന്നും കയറി വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറലൈസ് ആശയത്തിലേക്ക് എത്തുന്നു. ആ ഒരു രീതിയിലുള്ള പഠനമാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇവിടുത്തെ ഹെഡിങ് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇൻഡക്റ്റീവ് രീതിയിലുള്ള ഒരു പഠനമായിരിക്കും നമ്മളിവിടെ ക്വസ്റ്റ്യൻസുകൾ വർക്ക് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ചോദ്യപേപ്പറുകളിൽ തരുന്ന എല്ലാ ചോദ്യത്തിലും n എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. അതാണ് എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഫോർമാറ്റ് എന്താണെന്ന് പരിചയപ്പെടാം. അതിനു മുമ്പേ ഇവിടെ തരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒരു പ്രത്യേകത, എന്തൊക്കെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് തരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ബോർഡിൽ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുന്നേ ഞാൻ പ്രതിപാദിച്ചു, ഏത് ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് n എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള, n എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അവിടെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞ മീനിങ് ആണ്. നാച്ചുറൽ നമ്പർ സെറ്റ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ n എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റ് പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n = 1. ആ സ്റ്റേറ്റ്മെൻറ്റ് n = 1 ട്രൂ ആയിരിക്കും. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n = k, n = k ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n = k+1. n എന്ന് പറയുന്നത് k+1 ആകുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ദെൻ പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. അങ്ങനെയാണെങ്കിൽ ആ n എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് n എന്ന് പറഞ്ഞിട്ടാണ്. ആ പി ഓഫ് n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിലും ശരിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റും ആ ഒരു കാര്യത്തിലാണ് നിലനിൽക്കുന്നത്. നമ്മളിത് ക്വസ്റ്റ്യൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകൾ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനെ പി ഓഫ് n എന്ന് പറഞ്ഞ് എഴുതുക. പി ഓഫ് 1 എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് തെളിയിക്കുക. അതായത് n എന്ന് പറയുന്നത് 1 ആകുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്ന് നമ്മൾ തെളിയിക്കുക. n k ആകുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കുക. ആ നമ്മൾ സങ്കല്പിച്ച ആശയത്തിൽ നിന്നുകൊണ്ട് n എന്ന് പറയുന്നത് k+1 ആകുമ്പോൾ ശരിയാണ് എന്നുള്ള കാര്യം തെളിയിച്ചാൽ എല്ലാ n-കൾക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രൂ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ വരുന്നത്, ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ n അല്ലെങ്കിൽ എവറി n എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഏത് ചോദ്യവും ഈ ചാപ്റ്ററിൽ വരുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് വേണ്ടത്, ഏത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് തന്നിരിക്കുന്നത് അതിൽ n എന്ന് പറഞ്ഞ വേരിയബിളിലെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനെ പി ഓഫ് n ആയിട്ട് എടുക്കുക. പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. n1 ആകുമ്പോൾ റിസൾട്ട് ശരിയാണെന്ന കാര്യം തെളിയിക്കുക. പി ഓഫ് k എന്ന് പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുക. ആ അസ്യൂം ചെയ്ത ആശയത്തിൽ നിന്നുകൊണ്ട് പി ഓഫ് k+1 ട്രൂ ആണെന്ന് തെളിയിക്കുക. ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഹെൻസ് ബൈ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ n എന്ന് പറഞ്ഞ് ഫൈനൽ കൺക്ലൂഷൻ കൊടുക്കുക. ഇത്രയുമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും മുൻ വർഷങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങളിലാണെങ്കിലും ഒക്കെ നോക്കിയാൽ രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ നമ്മുടെ മുൻപിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നിലനിൽക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും സെൻറ്റൻസ് പോലെ തരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നാലും അതിൽ എന്തുണ്ടായിരിക്കും, n എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരിക. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റും അല്ലാതെ സെൻറ്റൻസ് പോലെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റും. ഇത് രണ്ടും
നമ്മൾ തെളിയിക്കുന്നത് ഒരേ രീതിയിലാണ് തെളിയിച്ചു പോകുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് തൊട്ട് മുകളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് P(1) ട്രൂ ആണ് എന്ന് തെളിയിക്കുന്നിടത്തിൽ LHSഉം RHSഉം വരുന്ന സ്റ്റേറ്റ്മെൻറ്റും വരാത്ത സ്റ്റേറ്റ്മെൻറ്റും രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക തെളിയിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ വരികയുള്ളൂ. ഒരു ക്വസ്റ്റ്യനെ വരികയുള്ളൂ എങ്കിലും നമ്മൾ 10-12 ക്വസ്റ്റ്യൻസോളം നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നത് LHSഉം RHSഉം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ സോൾവ് ചെയ്യുന്ന ഒരു ക്ലാസ്സും അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകളെ സോൾവ് ചെയ്യുന്ന മറ്റൊരു ക്ലാസ്സും. അപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവരും 2 വീഡിയോയും കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കുറേ ക്വസ്റ്റ്യൻസുകൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനി വരുന്ന എക്സാമിനേഷനും വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യുവാനുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് n എന്ന് പറഞ്ഞ വേരിയബിളുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നിലനിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? തന്ന സ്റ്റേറ്റ്മെൻറ്റിനെ P(n) എന്ന് പറഞ്ഞ കാര്യമായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതേണ്ട കാര്യം ഇതാണ്. P(n) എന്ന് പറയുന്നത് 1 + 3 + 3² + etc. + 3n-1 = 3n-1/2. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം P(1) എന്ന് പറഞ്ഞ കാര്യം ട്രൂ ആണെന്ന് തെളിയിക്കണം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരുന്ന എല്ലാ ക്വസ്റ്റ്യനിലും ആദ്യം നിങ്ങൾ LHS എന്ന് പറഞ്ഞ കാര്യം എഴുതുക. LHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നതിലെ ഫസ്റ്റ് ടൈമാണ് LHS ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഏതാ വരിക? 1 ആണ് വരിക. RHS എന്ന് പറയുന്ന കാര്യം വലതുവശത്ത് n എന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ n-ന് പകരം 1 അപ്ലൈ ചെയ്യാം. 1 അപ്ലൈ ചെയ്യുമ്പോൾ 3(1 - 1/2) അതായത് 3 - 1/2 = 2/2 = 1. ഇപ്പോൾ നിങ്ങൾ LHSഉം RHSഉം ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ വാല്യൂ ആണ് കിട്ടുക. ഏത് ക്വസ്റ്റ്യൻ ചെയ്തു പോയാലും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരുന്ന ഏത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു പോയാലും നമ്മൾക്ക് കിട്ടുന്നത് LHSഉം RHSഉം ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു therefore P(1) is true. 4 മാർക്ക് പറയുന്നതിലെ 1 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് assume that P(k) is true. P(k) എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് എടുക്കുക. അതായത് n എന്ന് പറയുന്നതിന് പകരം k വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. n = k യിൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക എന്നുള്ളതാണ് തൊട്ടടുത്ത സ്റ്റെപ്പ് വരുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് P(n) എന്ന് പറഞ്ഞ് നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ n-ന് പകരം k എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുക. അപ്പോൾ എങ്ങനെ എഴുതാം? 1 + 3 + 3² + etc. + 3k-1 = 3k-1/2. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? അസ്യൂം ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് P(k+1) ട്രൂ ആണെന്ന് കൂടി തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ കൊടുക്കാം. അതിനുവേണ്ടി P(k+1) എന്ന് പറഞ്ഞ കാര്യം എഴുതാണ്. ഈ P(k+1) എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെയുള്ള കാര്യം എഴുതുക. അത് ശരിക്കും എന്താണ്? n = k എന്ന് പറയുന്നതിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് P(k) ആണ് അത് വരുന്നത്. P(k+1) എഴുതുക എന്ന് പറഞ്ഞാൽ P(k) എന്ന് പറഞ്ഞ കാര്യം എഴുതിയതിനു ശേഷം ഒരു ടൈം കൂടി കൂടുതൽ എഴുതുക. അപ്പോൾ ആദ്യം ഞാൻ P(k) എഴുതുകയാണ്. 1 + 3 + 3² + etc. + 3k-1 പ്ലസ് ഒരു ടൈം കൂടി എഴുതണം. ആ ടൈം എഴുതണമെങ്കിൽ P(n)ൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടൈമിലേക്ക് പോവുക. അവിടെ n-ന് പകരം നിങ്ങൾ k+1 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ എഴുതാം? 3k+1 - 1. ഇവിടെ n-ന് പകരം ഞാൻ k+1 കൊടുത്തു. അപ്പോൾ k+1 - 1 പവറിൽ വരും. അതാണ് അവിടെ എഴുതിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ അസംഷൻ പ്രകാരം തൊട്ട് മുകളിലുള്ള അസ്യൂം ദാറ്റ് ആശയപ്രകാരം 1 + 3 + 3² + etc. + 3k-1 എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? 3k-1/2 തുല്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം താഴേക്ക് അപ്ലൈ ചെയ്യാണ്.
3k - 1/2. അതായത് ഇവിടെ നിന്ന് മുതൽ ഇതുവരെ നമ്മുടെ അഡീഷൻ എന്ന് പറഞ്ഞ കാര്യം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ +1 കാണാം, -1 കാണാം, രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നത് 3k. അടുത്ത സ്റ്റെപ്പിൽ /1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 3k - 1 എന്ന് പറയുന്നതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2നെ 3k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റെപ്പ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3k - 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3k - 1 പ്ലസ് 2 × 3k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3k എന്ന് പറഞ്ഞത് തന്നെ എഴുതുക. ഒരിക്കലും 6k എന്ന് പറഞ്ഞ് എഴുതരുത്, അത് മിസ്റ്റേക്കാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടുകയില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 2 × 3k എന്ന് പറഞ്ഞ് എഴുതുക. ഓൾ ഡിവൈഡഡ് ബൈ 2 × 1 എന്ന് പറഞ്ഞാൽ 2. ഇനി നിങ്ങൾ ഇവിടെ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം, 3k എന്ന് പറയുന്നതിൻ്റെ ഒരു ടേം ഇവിടെയുണ്ട്, മറ്റൊരു ടേം ഇവിടെയുണ്ട്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 3k ഉണ്ട്. ഞാൻ ആ 3k എന്ന് പറഞ്ഞ കാര്യത്തിനെ ഔട്ട് സൈഡ് നിർത്തുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 3k ഇൻറ്റു ഇവിടെ ആകെയുള്ള 3k ആണ്. അത് ഔട്ട് സൈഡ് പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ 1 ഉണ്ട്. ഇവിടെയാണെങ്കിൽ 2 × 3k ആണ്. അപ്പോൾ ബാലൻസ് അവിടെ 2 എന്നുള്ള ആശയം വരും, +2. ഇനി നമ്മൾ എഴുതാനുള്ളത് -1 എന്ന് പറഞ്ഞ കാര്യമാണ്. -1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 2 എഴുതാണ്ട് ആ 2 എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞു. വിച്ച് ഇസ് ഈക്വൽ ടു 3k × 3 -1/2. അതായത് 1 + 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തന്നെയാണ്. 3 എഴുതിയാലും 3:1 എഴുതിയാലും ഒരേ കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ എന്ത് എഴുതുകയാണ്? 3:1 എഴുതുകയാണ്. അടുത്തതായി നമ്മളതിൽ ഉപയോഗിക്കുന്ന ഒരു റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന റൂൾ തന്നെയാണ്. a⁻m × a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m+n എന്ന് പറഞ്ഞ ആശയമാണ്. അതായത് ഒരേ കാര്യത്തിൻ്റെ തന്നെ വ്യത്യസ്ത പവറുകൾ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഇതേ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3k + 1 - 1/2. ഇപ്പം നമുക്ക് P(k + 1) ട്രൂ ആയിട്ടുണ്ടാവും. ശരിക്കും ഇത് ട്രൂ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റിലെ റൈറ്റ് സൈഡിലേക്ക് വരിക, n-ന് k + 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടി വരിക? 3k + 1 - 1/2. അതേ കാര്യമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? therefore P(k + 1) ഈസ് ട്രൂ. ഫൈനൽ കൺക്ലൂഷൻ എന്ത് പറയാം? ഹെൻസ് ബൈ ഇൻഡക്ഷൻ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ഓൾ n. എല്ലാ എണ്ണുകൾക്കും എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് ഏത് ക്വസ്റ്റ്യൻ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ചെയ്യുന്നത് തന്ന ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റിനെ P(n) ആയിട്ട് എടുത്തു. P(n) ട്രൂ ആണെന്ന് തെളിയിച്ചു. അതിന് LHS ഉം RHS ഉം നമ്മൾ എങ്ങനെ എടുക്കണം എന്നതിനെ പറ്റി പറഞ്ഞു. LHS ഉം RHS ഉം എല്ലാത്തിലും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടാണ് വരിക. അടുത്തത് അസ്യൂം ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, അതിനുശേഷം ആ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് k + 1 ട്രൂ ആണെന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കൺക്ലൂഷനിൽ എല്ലാ എണ്ണുകളിലും ഈ റിസൾട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഫോർമാറ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി മുൻപിലേക്കുള്ള എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ഇതേ ഫോർമാറ്റാണ് ഉപയോഗിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിൽ തന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക നിങ്ങൾ. 1² + 2² + 3² + etc. + n² = n × n+1 × 2n+1 all divided by 6. ഇത് ഇൻഡക്ഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യണം? തെളിയിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇതിനെ P(n) എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുകയാണ്. തൊട്ടടുത്ത് P(n)ന്റെ കാര്യത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുവശത്തെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 1² ആണ് വരിക. അതായത് എന്ത് വരും? 1 എന്ന് പറഞ്ഞ ആശയം വരും. RHS = വലതുവശത്ത് n-ന് പകരം നിങ്ങൾ 1 അപ്ലൈ ചെയ്യുക. 1 അപ്ലൈ ചെയ്യുമ്പോൾ 1 × 1+1 × 2 × 1 + 1 ഡിവൈഡഡ് ബൈ 6 ഇറ്റ് ഈസ് ഈക്വൽ ടു 1 × 1+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 × 1 2 ആണ്. 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? × 3 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 6/6 = 1. LHS ഉം RHS ഉം ഒബ്സർവ് ചെയ്യുക, രണ്ടും ഒരേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore P(n) is true. അടുത്ത സ്റ്റെപ്പ് എന്താണ്? assume that P(k) is true. P(k) ട്രൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് കെയിലാക്കിയിട്ട് എന്ത് ചെയ്യുക? എഴുതുക. അതായത് ദാറ്റ് ഈസ് 1² + 2² + 3² +
എക്സെട്ര പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. കംപ്ലീറ്റ് നമ്മൾ കെയിലേക്ക് മാറ്റി, എന്നിന് പകരം കെ നമ്മൾ അപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്ന ആശയമാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. തെളിയിക്കണമെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 എഴുതണം. പി ഓഫ് കെ പ്ലസ് 1 എഴുതണമെങ്കിലുള്ള മാർഗ്ഗം എന്താണ്? ആദ്യം പി ഓഫ് കെ എഴുതുക. പി ഓഫ് കെ എഴുതുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ. ഇത് മാത്രം എഴുതിയാൽ പോരാ, ഒരു ടേം കൂടി എഴുതണം. അത് എഴുതണമെങ്കിൽ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റിലെ ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടൈമിലേക്ക് വരിക. എന്നിന് പകരം കെ പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതിൽ 1 സ്ക്വയർ മുതൽ കെ സ്ക്വയർ വരെ ആഡ് ചെയ്താലുള്ള ആൻസർ തൊട്ട് മുകളിൽ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻസർ താഴേക്ക് കൊടുക്കുമ്പോൾ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സാധാരണ നമ്മൾ ആ ഒരു രീതിയാണ് മുൻപിലേക്ക് മൂവ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ രണ്ട് ടേമിലും കോമൺ ആയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഔട്ട്സൈഡ് നിർത്തിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആശയം ചെയ്താൽ മതി. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കെ പ്ലസ് 1 കാണാം, ഇവിടെ കെ പ്ലസ് 1 സ്ക്വയർ കാണാം. അപ്പോൾ നമുക്ക് അതിനൊരു കെ പ്ലസ് 1 എന്ത് ചെയ്യാം? ഔട്ട്സൈഡ് നിർത്താം. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് എഴുതാം? കെ പ്ലസ് 1 ഇൻറ്റു ഇവിടെ കെ എന്ന് പറഞ്ഞ കാര്യമുണ്ട്, 2k പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യവും ഉണ്ട്, ഡിവൈഡഡ് ബൈ 6 കൂടിയുണ്ട്, പ്ലസ് കെ പ്ലസ് 1 സ്ക്വയറിൽ നിന്ന് കെ പ്ലസ് 1 പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒരു കെ പ്ലസ് 1 ഉണ്ട്, ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞ ആശയം കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ കാര്യത്തിനെ ക്രോസ് ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ ഇൻറ്റു 2k പ്ലസ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ ഇൻറ്റു 2k എന്ന് പറഞ്ഞാൽ 2k സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തത് 6 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ടേമിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 6 ഇൻറ്റു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 6k വരും, 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 6 വരും, ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്ന് പറഞ്ഞ ആശയം വരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം അതുപോലെ എഴുതുന്നു. ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള കാര്യം ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. കെയിനോട് കൂടി 6k ആഡ് ചെയ്താൽ 7k ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6. ഇവിടെ മാത്രം ഡിവിഷൻ ബൈ 6 കൊടുക്കുന്നതിന് പകരം ഞാൻ ഒന്നിച്ച് എഴുതിയെന്നുള്ളൂ. ഇനി അതിന് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് കെ എന്ന് പറഞ്ഞ വേരിയബിളുള്ളത്. അതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ ആശയത്തിലൂടെയാണ് മുമ്പിലേക്ക് പോവുക. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറയുന്നത് 6 ആണ്. രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടാനുള്ള പോസിബിലിറ്റീസ് ആണ് നമ്മൾ ആലോചിക്കുക. പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന കാര്യം എന്താ? 3ഉം 2 ആണ് വരിക. അല്ലെങ്കിൽ പിന്നെ 1ഉം 6 ആണ് വരാനുള്ള സാധ്യതയുള്ളത്. പക്ഷെ പെട്ടെന്ന് വരുന്ന ഏതാണ്? 3ഉം 2 ആണ്. ഈ 3ഉം 2ഉം ഓർമ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യത്തെ അതുപോലെ എഴുതി കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 എന്ന് പറഞ്ഞ് എഴുതാം. 2ഉം 3ഉം മൾട്ടിപ്പിൾ ചെയ്താൽ 6 ആണെന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ അവിടെ നോക്കിയിട്ടുള്ളൂ. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, കെ ഇൻറ്റു കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? കെ സ്ക്വയർ ആണ് വരിക. പക്ഷെ ഇവിടെ ശരിക്കും ഈക്വലൈസ് ആവണമെങ്കിൽ 2k സ്ക്വയർ വേണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുമില്ലെങ്കിൽ ഈ കെയുടെ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ ഈ കെയുടെ ലെഫ്റ്റ് സൈഡിലോ 2 നമ്മൾ എഴുതേണ്ടി വരും. ഞാൻ 2 എന്ന് പറയുന്ന കാര്യം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി എഴുതുകയാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോയി എഴുതുമ്പോൾ കെ ഇൻറ്റു 2k എന്ന് പറഞ്ഞാൽ 2k സ്ക്വയർ, 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഓക്കെ ആയിട്ടുണ്ട്. ഇനി സെൻറ്റർ ടൈം ഈക്വൽ ആവുന്നുണ്ടോ നോക്കിയാൽ പോരെ. അതിന് എന്ത് ചെയ്താൽ മതി? കെ ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3k പ്ലസ് 2 ഇൻറ്റു 2k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4k. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 7k എന്ന് പറഞ്ഞ കാര്യമാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യൽ കഴിഞ്ഞു? ഈക്വലൈസ് എന്ന് പറഞ്ഞ ആശയം ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി, ഡിവൈഡഡ് ബൈ 6. ഇതിൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലതുവശത്ത് എന്നിന് പകരം എന്ത് കൊടുക്കണം? കെ പ്ലസ് 1 കൊടുക്കണം. കെ പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്നിന് പകരം കെ പ്ലസ് 1, ഇവിടെ കെ പ്ലസ് 1 വന്നിട്ടുണ്ട്. കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കെ പ്ലസ് 2, കെ പ്ലസ് 2 ഇവിടെ വന്നിട്ടുണ്ട്. 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് 2k പ്ലസ് 3 ആണ് കിട്ടുക. ഡിവൈഡ് ബൈ 6 വേണം, ഡിവൈഡ് ബൈ 6 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പറയാം. Therefore, P of k plus 1 is
true. Hence, by induction, statement is true for all n. എല്ലാ എന്നുകളിലും സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. ഇൻഡക്ഷൻ പ്രകാരം ഇതിനെ നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഈ തന്ന കാര്യത്തിനെ നമ്മൾ പി ഓഫ് എൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആക്കി എടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് പി ഓഫ് എൻ എന്ന് പറഞ്ഞ കാര്യം എടുക്കുകയാണ്. എൽ എച്ച് എസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ക്യൂബ് ആണ് വരിക. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ആർ എച്ച് എസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്നിന് പകരം 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി നിൽക്കുന്നത് 1 സ്ക്വയർ ആണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വലായി. അതുകൊണ്ട് നമുക്ക് പറയാം therefore പി ഓഫ് 1 ഈസ് ട്രൂ. അടുത്ത സ്റ്റെപ്പ് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അതായത് നമുക്ക് കിട്ടുന്ന ആശയം എന്ന് പറയുന്നത് എന്താണ്, 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഞാൻ ചെയ്തത് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിനെ n മാറ്റി പകരം കെ എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്തു. നമുക്ക് വേണ്ടത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുകയാണ്. അതിനുവേണ്ടി പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം എഴുതുകയാണ്. അങ്ങനെ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ പി ഓഫ് കെ എന്ന് പറഞ്ഞ കാര്യം എഴുതുക. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ്. ഇത് മാത്രം എഴുതിയാൽ പോരാ, ഒരു ടേം കൂടി എഴുതണം. അതിന് ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടൈമിലേക്ക് പോവുക. എന്നിന് പകരം കെ പ്ലസ് 1 കൊടുക്കുക. കെ പ്ലസ് 1 ഹോൾ ക്യൂബ്. തൊട്ട് മുകളിൽ എഴുതിയ അസംഷൻ പ്രകാരം ഇതുവരെയുള്ള സം എന്ന് പറയുന്നത് കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയറിന് തുല്യമാണ്. പ്ലസ് ഇനി എഴുതാനുള്ളത് എന്താ, കെ പ്ലസ് 1 ക്യൂബ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എല്ലാത്തിനും പാടെ കൂടിയിട്ടാണ് ഒരു സ്ക്വയർ ഇട്ടുള്ളത്. അപ്പം നമ്മൾ ആ സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുക, കെ സ്ക്വയർ വരും, കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യം വരും, 2ന്റെ സ്ക്വയർ 4 എന്ന് പറഞ്ഞ കാര്യം എഴുതാം, പ്ലസ് കെ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇവിടെയും ഇവിടെയും കോമൺ ആയി വരുന്നത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്താണ്, കോമൺ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കോമൺ ആയി എടുക്കാം. കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ മുഴുവനായി പോയി. ബാക്കി അവിടെ വരുന്നത് കെ സ്ക്വയർ ബൈ 4 ആണ് വരുന്നത്. പ്ലസ് ഇവിടെ 3 ടേം കെ പ്ലസ് 1 ഉണ്ട്, അതിൽ 2 നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒരു കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം അവിടെ ഉണ്ടായിരിക്കും. ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. കെ സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സ്ക്വയർ പ്ലസ് 4 കൊണ്ട് 2 ടൈമിന് മൾട്ടിപ്ലൈ ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ 4k വരും. 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 4 വരും. ഡിവൈഡഡ് ബൈ 4. കാരണം 4 ഇൻറ്റു 1 എന്താണ്, 4 എന്ന് പറഞ്ഞ ആശയമാണ്. ഇതിൽ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ അതുപോലെ എഴുതി. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ പറഞ്ഞ കാര്യത്തിന് നമുക്ക് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം, ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. കെയിൻ്റെ സ്ക്വയർ വേണം, അത് മുകളിലുണ്ട്. 2ന്റെ സ്ക്വയർ വേണം, അത് മുകളിലുണ്ട്. 2 ഇൻറ്റു കെ ഇൻറ്റു 2 വരും. അതായത് 4k എന്ന് പറഞ്ഞ കാര്യം വേണം, അത് തന്നെയാണ് മുകളിലുള്ളത്. അപ്പോൾ ശരിക്ക് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് മുകളിൽ കിടക്കുന്നത്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്ത് തിരിച്ചിട്ടാണ്. മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിക്കുക. ഓക്കെ, ഇനി കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ കാണാം, കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ കാണാം. താഴെ 4 ആണ്, അതിനെ 2 സ്ക്വയർ എന്ന് പറഞ്ഞ് ചിന്തിക്കാം. തൊട്ട് മുന്നേ നമ്മൾ ഒന്നിച്ച് സ്ക്വയർ കിടക്കുന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ ഞാൻ നേരെ തിരിച്ചാലോചിക്കുകയാണ്. എല്ലാത്തിനും സ്ക്വയറുകൾ വരുന്നത് കൊണ്ട് ആ സ്ക്വയറുകൾ വരുന്നതെല്ലാം ഒറ്റ ബ്രാക്കറ്റിനകത്താക്കിയിട്ട് ഒരു സ്ക്വയർ മാത്രം അപ്ലൈ ചെയ്യുന്നു. അതായത് ഇതിന് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ അതെന്തായി, കെ പ്ലസ് 1ന് സ്ക്വയർ വരും, കെ പ്ലസ് 2ന് സ്ക്വയർ വരും, 2ന്റെ സ്ക്വയർ 4 എന്ന് പറഞ്ഞ ആശയം വരികയും ചെയ്യും. ഇതോടുകൂടി നമ്മുടെ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം ട്രൂ ആയിട്ടുണ്ടാവും. ഇത് ആയി എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ റൈറ്റ് സൈഡിൽ എന്നിന് കെ പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ കെ പ്ലസ് 1 വരും, കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കെ പ്ലസ് 2 വരും.
ഡിവൈഡഡ് ബൈ 2 വരും, ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം വരും. അതേ കാര്യം തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore p of k plus 1 is true. Hence by induction the statement is true for all n. എല്ലാ എണ്ണുകൾക്കും ഈ റിസൾട്ട് എന്താണ്? ശരിയാണ്. അടുത്ത് നമുക്ക് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് ഇൻഡക്ഷൻ പ്രകാരം ശരിയാണ് എന്നുള്ള കാര്യം നമ്മൾ തെളിയിക്കണം. അതിനുവേണ്ടി തന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ എന്ന് പറഞ്ഞ കാര്യമായിട്ട് എടുക്കുന്നു. പി ഓഫ് 1 എന്ന് പറയുന്ന കാര്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 1.2 എന്ന് പറഞ്ഞ് റീഡ് ചെയ്യരുത്. അത് 1 into 2 ആണ്, അടുത്തത് 2 into 3 ആണ്, അടുത്തത് 3 into 4 ആണ്. ആ ഒരു ലോജിക്കാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാ വരിക? 1 into 2. 1 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 തന്നെയാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ വലതുവശത്ത് എന്നിന് 1 അപ്ലൈ ചെയ്യുക. 1 അപ്ലൈ ചെയ്യുമ്പോൾ 1 into 1 plus 1 into 1 plus 2 ഡിവൈഡഡ് ബൈ 3. അതായത് 1 into 2 into 3 ഡിവൈഡഡ് ബൈ 3. 3യും 3യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ എത്രയാണ്? 2 ആണ്. LHSഉം RHSഉം ഒരേ ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പി ഓഫ് 1 എന്ന് പറയുന്നത് ട്രൂ ആണ് എന്നുള്ള കാര്യം പറയാം. അടുത്ത സ്റ്റെപ്പ്, ഈ റിസൾട്ട് കെയിൽ ശരിയാണ് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം എന്താണ്? 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus k into k plus 1 എന്ന് പറയുന്നത് k into k plus 1 into k plus 2 divided by 3 എന്ന് പറയുന്നതിന് തുല്യമാണ്. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്നാണ് തെളിയിക്കാനുള്ളത്. അതിനുവേണ്ടി പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം എടുക്കുകയാണ്. 1 into 2 plus 2 into 3 plus etc plus k into k plus 1. ഇപ്പൊ നമ്മൾ പി ഓഫ് കെ എന്ന് പറഞ്ഞ കാര്യം വരെ ആയിട്ടുള്ളൂ. പി ഓഫ് കെ പ്ലസ് 1 ആവണമെങ്കിൽ ഒരു ടേം കൂടി എഴുതണം. അതിന് ലെഫ്റ്റ് സൈഡിലേക്ക് വരിക, എന്നിന് പകരം എന്ത് കൊടുക്കുക? കെ പ്ലസ് 1 കൊടുക്കുക. ഞാനവിടെ മാർക്ക് ചെയ്ത ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരിക, എൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് വരിക, ലാസ്റ്റ് ടൈമിൽ എന്നിന് കെ പ്ലസ് 1 കൊടുക്കുക. അതായത് ഈ ബോക്സിനകത്ത് കാണുന്ന എന്നിന് പകരം എന്ത് കൊടുക്കുക? നിങ്ങൾ കെ പ്ലസ് 1 കൊടുക്കുക. കെ പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്നിന് പകരം കെ പ്ലസ് 1 വരും. എൻ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞ ആശയം വരുന്നു. അതായത് 1 into 2 plus 2 into 3 plus etc plus k into k plus 1 plus k plus 1 into k plus 1 plus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? k plus 2 എന്ന് പറഞ്ഞാൽ എഴുതാം. ഇനി നിങ്ങൾ നോക്കേണ്ടത് അസംഷൻ പ്രകാരം ഇവിടെ നിന്ന് ഇതുവരെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ k into k plus 1 into k plus 2 divided by 3 എന്ന് പറയുന്നതിന് തുല്യമാണ്. പ്ലസ് ഇനി എന്താ എഴുതാനുള്ളൂ? k plus 1 into k plus 2 എന്ന് പറഞ്ഞ കാര്യമാണ് എഴുതാനുള്ളത്. ഈ രണ്ട് ടേമിലും നമ്മൾ നോക്കുമ്പോൾ k plus 1 into k plus 2 കോമൺ ആണ്. അപ്പോൾ ഞാൻ ആ രണ്ട് ടേമിനെയും കോമൺ ആയിട്ട് നിർത്തുകയാണ്. k plus 1 into k plus 2. k plus 1 പോയി, k plus 2 പോയി. ബാക്കി ഇവിടെ ഉള്ളത് എന്താ? മുകളിൽ k ഉണ്ട്, താഴെ 3 ഉണ്ട്. പ്ലസ് ഇവിടെ എല്ലാ ടേമും നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞു. അപ്പോൾ ബാക്കി അവിടെ 1 ഉണ്ട്. ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k plus 1 into k plus 2. k into 1 എന്ന് പറഞ്ഞാൽ k വരും. പ്ലസ് 3 into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. ഡിവൈഡഡ് ബൈ 3 into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. ഒന്നുകൂടി നമുക്ക് അതിനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയാൽ k plus 1 into k plus 2 into k plus 3 all divided by 3. അതായത് 3 കൊണ്ട് ഇവിടെ മാത്രം ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒന്നിട്ട് ഡിവിഷൻ ആക്കാം. യാതൊരു മിസ്റ്റേക്കും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് വേണമെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആയിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വലതുവശത്ത് എന്നിന് കെ പ്ലസ് 1 കൊടുക്കണം. അപ്പോൾ ഇവിടെ കെ പ്ലസ് 1 വരും. കെ പ്ലസ് 1 പ്ലസ് 1 അതായത് കെ പ്ലസ് 2. കെ പ്ലസ് 1 പ്ലസ് 2 അതായത് കെ പ്ലസ് 3. കെ പ്ലസ് 1 കെ പ്ലസ് 2 കെ പ്ലസ് 3. താഴെ 3 വരണം. താഴെ ഇവിടെയും 3 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പറയാം. അവിടെ വന്ന് ഫൈനൽ കൺക്ലൂഷൻ. ഹെൻസ് ബൈ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവരി എൻ. അഞ്ചാമത്തെ ചോദ്യത്തിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇൻഡക്ഷൻ പ്രകാരം പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ എന്ന് പറഞ്ഞ കാര്യമായി എടുക്കുകയാണ്. പി ഓഫ് 1 എന്ന് പറഞ്ഞ കാര്യം എടുക്കുമ്പോൾ LHS ആണ് ആദ്യം എഴുതേണ്ടത്. ഫസ്റ്റ് ടേം ലെഫ്റ്റ് സൈഡിലെ ഏതാ വരിക? 1/2 ആണ് വരിക.
RHS എന്ന് പറഞ്ഞ കാര്യം ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ n പകരം 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ 1 - 1/2 അതായത് 1 - 1/2 ഒന്നിൽ നിന്ന് പകുതി പോയാൽ ബാക്കി പകുതി അവിടെ ഉണ്ടാവും. 1/2 കിട്ടുന്നു. LHS RHS ഈക്വലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore P of 1 ഈസ് ട്രൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? P of k ട്രൂ ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് P of k ഈസ് ട്രൂ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2k എന്ന് പറയുന്നത് 1 - 1/2k ആണ്. സ്റ്റേറ്റ്മെന്റ് എന്തിലേക്ക് മാറ്റിയാൽ മതി? k എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, P of k + 1 എന്ന് പറയുന്ന കാര്യം എഴുതണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. P of k + 1 എഴുതണമെങ്കിൽ ആദ്യം P of k എഴുതുക. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2k പ്ലസ് ഒരു ടേം കൂടി നമ്മൾക്ക് എഴുതാനുണ്ട്. അതിനെന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് ടേമിലേക്ക് വരിക. എന്നിന് k + 1 അപ്ലൈ ചെയ്യുക. 1/2k + 1. ഇതിൽ ഇവിടെ നിന്ന് മുതൽ ഇതുവരെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തൊട്ട് മുകളിൽ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് 1 - 1/2k പ്ലസ് അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1/2k + 1 എന്ന് പറഞ്ഞ കാര്യത്തിനെ തൊട്ട് മുന്നേ ഒരു റൂൾ നമ്മൾ പറഞ്ഞിരുന്നു. m × m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m+n ആണ്. ഇത് തിരിച്ചാലോചിക്കുക. m+n അപ്പം എങ്ങനെ എഴുതാം? m × n എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതേപോലെ നമുക്ക് 2k + 1 എന്ന് പറയുന്നതിന് 2k × 2 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് സെക്കൻഡ് ടേമും തേർഡ് ടേമുമാണ്. സെക്കൻഡ് ടേമിൽ ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ 2 മൈനസ് ഉണ്ട്. കാരണം 2 മൈനസ് ചെയ്യുമ്പോഴാണ് എന്താവുക? പ്ലസ് ആവുക. അപ്പോൾ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് മൈനസ് ഉണ്ട്. കൂടാതെ 1/2k രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് -1/2k എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. 1 - 1/2k കോമൺ ആയി എടുത്തു. ഇവിടെയുള്ള എല്ലാ ടൈമിനെയും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 1 ഉണ്ടാവും. പോസിറ്റീവിൽ നിന്ന് ഒരു മൈനസേ പുറത്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി മൈനസ് അവിടെ ഉണ്ടാവും. ഇതിലെ 1/2k ഔട്ട് സൈഡ് നിർത്തിയിട്ടുണ്ട്. ബാക്കി 1/2 അഥവാ 1/2 ഉണ്ടായിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു 1 - 1/2k ഇൻറ്റു 1 - 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 തന്നെയാണ്. ഇതിലെ 2 എന്ന് പറഞ്ഞ കാര്യത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/1 എന്ന് പറഞ്ഞ് എഴുതാം. ഇതേ നിയമം ഒന്നുകൂടി നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 - 1/2k + 1. പവർ ആയിട്ടുള്ള kയും 1ഉം എന്ത് ചെയ്യും? നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? 1 - 1/2k + 1 എന്ന് പറഞ്ഞ ആശയം വന്നു. ഇതോടുകൂടി നമ്മുടെ k + 1 ട്രൂ ആണെന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ നോക്കേണ്ടത് റൈറ്റ് സൈഡിൽ n k + 1 കൊടുക്കുക. 1 - 1/2k + 1 അത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം therefore P of k + 1 is true. Hence by induction the result is true for every natural number n. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇൻഡക്ഷൻ പ്രകാരം പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇതിനെ P of n എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുക. P of 1 എന്ന് പറഞ്ഞ കാര്യം ആദ്യം എഴുതേണ്ടത് LHS ആണ്. ഫസ്റ്റ് ടേം ഇടതുവശത്തെ ഏതാ വരുന്നത്? A എന്ന് പറഞ്ഞ കാര്യമാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ n-ന് 1 അപ്ലൈ ചെയ്യാം. A × r⁻1 - 1 ഡിവൈഡഡ് ബൈ r-1. അതായത് A × r-1 ഡിവൈഡഡ് ബൈ r-1. r-1 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എന്ത് കിട്ടുന്നു? A കിട്ടുന്നു. LHS ഉം RHS ഉം ഈക്വൽ ആണ്. അതുകൊണ്ട് P of 1 എന്ന് പറയുന്നത് ട്രൂ ആണ് എന്ന് പറഞ്ഞു എഴുതാം. അടുത്ത സ്റ്റെപ്പ് എന്താ? അസ്യൂം ദാറ്റ് P of k ഈസ് ട്രൂ. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് a പ്ലസ് AR പ്ലസ് AR² പ്ലസ് എക്സെട്ര പ്ലസ് AR⁻k - 1 ഈക്വൽ ടു A × r⁻k - 1 ഡിവൈഡഡ് ബൈ r-1. നമുക്ക് വേണ്ടത് P of k + 1 ട്രൂ ആണ് എന്നുള്ള ആശയത്തിലേക്കാണ്. അതിന് P of k + 1 എടുക്കുകയാണ്. P of k + 1 എഴുതുമ്പോൾ ആദ്യം P of k എഴുതുക. A പ്ലസ് AR പ്ലസ് AR² പ്ലസ് എക്സെട്ര പ്ലസ് AR⁻k - 1. ഇപ്പോൾ P of k ആയിട്ടുള്ളൂ. ഒരു ടേം കൂടി എഴുതണം. അതിന് ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ടൈമിലേക്ക് വരിക. n-ന് പകരം k + 1 കൊടുക്കുക. A × r⁻k + 1 - 1. തൊട്ടുമുകളിലുള്ള അസംഷൻ പ്രകാരം ഇതുവരെയുള്ള സം എന്ന് പറയുന്നത്
എ ഇൻറ്റു ആർ റേസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 പ്ലസ് ഇവിടെ +1 കാണാം -1 കാണാം, രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി അവിടെ ഉള്ളത് എന്താ? എ ഇൻറ്റു ആർ റേസ് ടു കെ വിച്ച് ഇസ് ഈക്വൽ ടു രണ്ട് ടേമിലും കോമൺ ആയിട്ട് എ കാണാം. ആ എനെ ഞാൻ ഔട്ട് സൈഡ് നിർത്തുകയാണ്. അപ്പോൾ ബാക്കി വരുന്നത് ആർ റേസ് ടു കെ -1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 പ്ലസ് ആർ റേസ് ടു കെ ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ആർ റേസ് ടു കെ -1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ ടൈം തന്നെ കിട്ടുന്നു, പ്ലസ് ആർ മൈനസ് 1 കൊണ്ട് ആർ റേസ് ടു കെനെ മൾട്ടിപ്ലൈ ചെയ്യുക. ആർ മൈനസ് 1 ഇൻറ്റു ആർ റേസ് ടു കെ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു കെ -1 എന്ന് പറയുന്നത് അതുപോലെ എഴുതുന്നു. 6 കൊണ്ട് നമ്മൾ ആർ റേസ് ടു കെനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, 6 ഇൻറ്റു ആർ റേസ് ടു കെ ആണ് വരിക. ഇതിനെ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, 6 എഴുതിയാലും ആർ റേസ് ടു 1 എഴുതിയാലും ഒരേപോലെയാണ്. അപ്പോൾ ആർ റേസ് ടു എങ്ങനെ എഴുതാം? k+1 എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ 1 + k എന്ന് പറഞ്ഞ് എഴുതാം. അഡീഷൻ എന്ന് പറയുന്നത് ഏത് ഓർഡറിൽ ചെയ്താലും ഒരേ ആൻസറാണ് കിട്ടുക. അതുകൊണ്ട് 1 + k എഴുതിയാലും k+1 എഴുതിയാലും കുഴപ്പമില്ല. നമ്മൾക്ക് ആൻസർ നോക്കി പെട്ടെന്ന് b of k+1 ട്രൂ ആണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് എഴുതാണ് ഇവിടെ? ആർ റേസ് ടു k+1 -1 ഇൻറ്റു ആർ റേസ് ടു കെ എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? -ആർ റേസ് ടു കെ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഇതിൽ ആർ റേസ് ടു കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ആർ റേസ് ടു കെ എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആണ്. ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി വരുന്നത് എ ഇൻറ്റു ആർ റേസ് ടു k+1 ആദ്യം എഴുതുന്നു, -1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. അപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നതാണ് ആർ റേസ് ടു k+1 പോസിറ്റീവ് ആണ്, അത് ആദ്യം എഴുതി, -1 രണ്ടാമത് എഴുതി, ഡിവൈഡ് ബൈ ആർ മൈനസ് 1 എന്ന് പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നു. ഇതോടുകൂടി ഇപ്പം നമ്മുടെ k+1 ട്രൂ ആയിട്ടുണ്ടാവും. ഇത് അറിയണമെങ്കിൽ വലതുവശത്ത് എന്നിന് k+1 കൊടുക്കുക. എ ഇൻറ്റു ആർ റേസ് ടു k+1 -1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. എ ഇൻറ്റു ആർ റേസ് ടു k+1 -1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore p of k+1 is true. Hence by induction the result is true for every natural number n. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 ക്വസ്റ്റ്യനെ നമ്മൾ ആകെ ചെയ്തിട്ടുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസുകളും റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞ ആശയം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ വേണ്ടി പറ്റുന്നത് 6th ക്വസ്റ്റ്യൻ, അതേമാതിരി തന്നെ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2nd ക്വസ്റ്റ്യൻ ആൻഡ് 1st ക്വസ്റ്റ്യൻ. ഈ 1st ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിലനിൽക്കുന്ന ഒരു ചോദ്യമായിട്ട് വരുന്നത്. എന്തായാലും LHSഉം RHSഉം വരുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആശയത്തിലൂടെ തെളിയിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നല്ലതുപോലെ ചെയ്തു പഠിക്കുക തന്നെ വേണം. ഒരു തവണയെങ്കിലും നിങ്ങൾ കാണാതെ എഴുതി അത് യാതൊരു മിസ്റ്റേക്കും കൂടാതെ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് എത്തുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ എപ്പോൾ നിങ്ങളത് ചെയ്താലും നിങ്ങൾക്കത് കൃത്യമായി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പകുതി വഴിയിൽ ഒരു തടസ്സമൊക്കെ നിങ്ങൾക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒഴിവാക്കുക. ഈ LHSഉം RHSഉം വരുന്ന രീതിയിലുള്ള ഇതുവരെ ഇറങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ടും ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുള്ള എല്ലാ എക്സാമ്പിൾസുകളും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് നിങ്ങൾ എന്താണ്? നല്ലതുപോലെ പഠിക്കുക മാത്രമാണ് അവിടെ ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇല്ലാത്ത സെൻറ്റൻസിൽ തരുന്ന കാര്യങ്ങളെ എങ്ങനെ ഇൻഡക്ഷൻ പ്രകാരം കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ ആ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.